സംസ്കൃത പഠനത്തിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് സംസ്കൃതത്തിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് വേദങ്ങൾ. 4 വേദങ്ങളാണ് ഉള്ളത്. ഋഗ്വേദഃ, യജുർവേദഃ, സാമവേദഃ, അഥർവവേദഃ എന്നിങ്ങനെയാണ് 4 വേദങ്ങൾ. വേദം എന്നാൽ അറിവ് എന്നാണ് അർത്ഥം. വേദങ്ങളെ പരിചയപ്പെടാം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. വേദങ്ങളുടെ ഗ്രന്ഥകർത്താവാണ് വേദവ്യാസൻ അഥവാ കൃഷ്ണദ്വൈപായനൻ. വേദങ്ങളിൽ ഒന്നാമത്തെ വേദമാണ് ഋഗ്വേദം. ഋഗ്വേദം 4 വേദങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായി കണക്കാക്കപ്പെടുന്നു. വിവിധ ദൈവങ്ങളെ സ്തുതിക്കുന്നതും പുരാതന ഇന്ത്യൻ നാഗരികതയുടെ ആദ്യകാല ആത്മീയ, സാമൂഹിക, ദാർശനിക ചിന്തകളെ പ്രതിഫലിപ്പിക്കുന്നതുമായ സ്തുതിഗീതങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. യജുർവേദം ഹിന്ദു പുരോഹിതന്മാർക്ക് മതപരമായ ആചാരങ്ങളും ചടങ്ങുകളും എങ്ങനെ നടത്തണം എന്നതിനെക്കുറിച്ചുള്ള ഒരു വഴികാട്ടിയാണ്. യജ്ഞാഗ്നിക്ക് മുമ്പായി അനുഷ്ഠിക്കുന്ന ചടങ്ങുകൾ പോലെ പൂജാരിമാർ ചൊല്ലുന്ന ഗദ്യമന്ത്രങ്ങളുടെയും സൂത്രവാക്യങ്ങളുടെയും സമാഹാരമാണിത്. സാമവേദം ഈണങ്ങളുടെയും കീർത്തനങ്ങളുടെയും വേദമാണ്. ഇത് ഒരു പുരാതന വേദ സംസ്കൃത ഗ്രന്ഥമാണ്. കൂടാതെ ഹിന്ദുമതത്തിലെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. 4 വേദങ്ങളിൽ ഒന്നായ ഇത് 1875 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ആരാധന ഗ്രന്ഥമാണ് സാമവേദം. അഥർവവേദം വേദങ്ങളിൽ 4ാമത്തെ വേദമാണ് അഥർവവേദം. ഈശ്വരോപാസന കൂടാതെ ആഭിചാര പ്രയോഗങ്ങളും ആത്മരക്ഷ, ശത്രുനിവാരണം, ഐശ്വര്യപ്രാപ്തി എന്നിവയും പ്രതിപാദിക്കപ്പെടുന്നു. മറ്റു വേദങ്ങളെക്കാൾ ആധുനികമാണ് അഥർവവേദം. ചാതുർവർണ്ണ്യ സാമൂഹിക വ്യവസ്ഥ നിലനിന്നിരുന്നതായി ചില മന്ത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. ഭൂതപ്രേത പിശാചുക്കൾ, രക്ഷസുകൾ എന്നിവയെ അടക്കുന്ന മന്ത്രങ്ങളും ആരോഗ്യരക്ഷയ്ക്കുള്ള മന്ത്രങ്ങളും അഥർവവേദത്തിലുണ്ട്.